ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കേരള പ്രസ് അക്കാദമിയിലാണ്, കാക്കനാട്, കൊച്ചിയിൽ. നമസ്കാരം. ന്യൂജൻ നോട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ക്യാമ്പസുകളിലൂടെയാണ് ന്യൂജൻ നോട്ട് കയറി ഇറങ്ങുന്നത്. എന്താണ് ഈ പൊതു തെരഞ്ഞെടുപ്പിൽ യുവജനങ്ങൾക്ക് പറയാനുള്ളത്, കന്നി വോട്ടർമാർക്ക് പറയാനുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു അഭിപ്രായ സ്വരൂപീകരണം കൂടിയാണല്ലോ നമ്മൾ നടത്തിയത്. ഈ കഴിഞ്ഞുപോയ 5 വർഷത്തെ എങ്ങനെയാണ് അവർ വിലയിരുത്തുന്നത്, തങ്ങളുടെ സ്ഥാനാർത്ഥികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അവർ അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടെ നമുക്ക് പോകാം. അവർക്ക് ഭരണകൂടത്തോട് ചിലത് ചോദിക്കാനുണ്ടാവും, നമ്മളോടും നിങ്ങളോടുമൊക്കെ ചിലത് ചോദിക്കാം. കഴിഞ്ഞ 5 വർഷത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു നിരാശയിലാണ് ഇന്ത്യൻ ജനത കടന്നു പോയിട്ടുള്ളത്. കാരണം എത്രയോ ദിവസങ്ങളോളം നമ്മളെ ക്യൂവിൽ നിർത്തി നോട്ട് നിരോധനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി. അതേപോലെ ഇപ്പോൾ തന്നെ നിലവിലുള്ള ഒരു പ്രശ്നം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു തരത്തിൽ റഫേലുമായി ബന്ധപ്പെട്ട വിഷയം, ഈ ഒരു 5 വർഷത്തിനിടയിൽ എത്ര തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആളുകൾ വരെ, അതും ഭക്ഷണത്തിൻ്റെ പേരിലും മറ്റുമെല്ലാം ആയിട്ട്. നമുക്കറിയാം അഖിലാഖിൻ്റെ കാര്യം, പെഹ്ലുഖാൻ്റെ കാര്യം, പിന്നെ അതേപോലെ അങ്ങനെയായിരുന്നല്ലോ, മാറ്റത്തിനൊരു വോട്ട് എന്ന തരത്തിലായിരുന്നല്ലോ കഴിഞ്ഞ മോദി സർക്കാർ അധികാരത്തിൽ വന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ യുവാക്കളെ ക്യാമ്പയിൻ ചെയ്ത് യുവാക്കളുടെ ഒരു വലിയ വിഭാഗത്തിൻ്റെ പിന്തുണ ഈ BJP NDA സർക്കാരിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായെന്നാണല്ലോ അവർ അവകാശപ്പെടുന്നത്. അവർ പലതും അവകാശപ്പെടുന്നുണ്ട്. അവകാശങ്ങൾ അങ്ങനെ നിൽക്കുക മാത്രമാണ്. കാരണം ഇനിയിപ്പം യൂണിവേഴ്സിറ്റികളുടെ തലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ നജീബിൻ്റെ വിഷയം എടുത്ത് നോക്കുക. നജീബ് പോലുള്ള വിദ്യാർത്ഥിയെ കാണാതായ ചില വിഷയങ്ങൾ. അപ്പോൾ ഇത്തരത്തിലെല്ലാം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ABVP പോലുള്ള അഥവാ അത്തരത്തിലുള്ള ഒരു സംഘപരിവാർ രാഷ്ട്രീയ കക്ഷികൾ വരികയും മുന്നോട്ട് നിന്നുകൊണ്ട് ഒരു ഹിന്ദുവൽക്കരിത രാഷ്ട്രം മുന്നോട്ട് വരണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പല ക്യാമ്പയിനുകളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഏത് തരത്തിലുള്ള സർക്കാർ അധികാരത്തിലിടണം, നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? എന്താണ്? 10 കൊല്ലം ദൈർഘ്യം ഉണ്ടായിരുന്നു UPA ഗവൺമെൻറ്. അത് കഴിഞ്ഞ് 10 കൊല്ലത്തെ ജനദ്രോഹ നടപടികളുടെ ഇതിൻ്റെ ഭാഗമായിട്ട് അഴിമതി, അവസാനം വന്ന 3G സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ട അഴിമതികളുടെ ഭാഗമായിട്ടാണ് NDA ഗവൺമെൻറ് ശക്തമായ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വരുന്നത്. പക്ഷേ ആ ഒരു സ്ഥിതിവിശേഷം ഇന്നിവിടെ നിലവിലില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം എന്ന് പറഞ്ഞാൽ ഉണ്ട്, പക്ഷേ അത് മീഡിയാസ് എത്രത്തോളം റെസ്പോൺസ് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ എത്രത്തോളം അറിയുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. ഇന്നത്തെ ഇലക്ഷൻ ശരിക്കും പറഞ്ഞാൽ നാഷണൽ, അതായത് ദേശീയ കക്ഷികൾ തമ്മിലുള്ള ഒരു ഇലക്ഷൻ അല്ല, ശരിക്കും പ്രാദേശിക കക്ഷികൾ കൃത്യമായിട്ടും തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്നത്. കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ശരിക്കും സൗത്ത് ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമ്മൾ BJPക്ക് കാര്യമായ വേരോട്ടം നമുക്ക് ഒരിക്കലും അവകാശപ്പെടാനാവില്ല. അതേസമയം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ പ്രാദേശിക കക്ഷികൾ കൃത്യമായ ഭൂരിപക്ഷം അവിടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വിഷയങ്ങൾ ഇവിടെ കൃത്യമായിട്ട്, അതായത് സംസ്ഥാനങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കണക്കൂട്ടലുകളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെച്ചു കൊടുക്കലും മാത്രമാണ് ഈ ഇലക്ഷനെ മിക്കവാറും സ്വാധീനിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ GST എന്നൊരു വിഷയം വരുന്നു, മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നു, അത് നമ്മൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അടുത്തൊരു പൊതുവിഷയം, ഇപ്പം പുൽവാമയുടെ പ്രശ്നം വന്നപ്പോഴേക്കും മറ്റു 2 വിഷയങ്ങൾ മുങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇതേപോലെ ഈ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അതേപോലെ നിർത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു പ്രശ്നത്തോട് മുന്നോട്ട് പോവുകയുള്ളൂ. പക്ഷെ അത്തരത്തിലുള്ളൊരു സാധ്യത ഇതിൽ കാണുന്നില്ല. ഇന്ത്യയുടെ ഒരു ബഹുസ്വരത എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ക്യാരക്ടറിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ വളരെ ദയനീയമായിട്ട് പരാജയപ്പെട്ടു പോയൊരു ഗവൺമെൻറ് ആയിരുന്നു ഈ ഒരു BJP അധികാരത്തിലേറിയ ആ ഒരു കാലഘട്ടം, ആ ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഒരു തരത്തിലൊരു ഹിന്ദു പ്രീണന BJPയുടെ ഒരു ഈ ന്യൂനപക്ഷങ്ങളെ, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളോടുള്ള BJPയുടെ സമീപനം, അല്ലെങ്കിൽ ഹിന്ദു പ്രീണനപരമായിട്ടുള്ള അവരുടെ നിലപാടുകൾ, കോർപ്പറേറ്റുകളോട് കാണിക്കുന്ന അവരുടെ നിലപാടുകൾ, അതോടൊപ്പം തന്നെ അവർ കർഷകരോടും യുവജനങ്ങളോടും യുവാക്കളോടുമൊക്കെയുള്ള അവരുടെ നിലപാടുകൾ, ഇത്തരം കാര്യങ്ങളൊന്നും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ജസ്റ്റ് ഒന്ന് പത്രങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും തന്നെ നമ്മൾ ചർച്ചയ്ക്കെടുക്കാൻ നമ്മളാരും മുൻകൈ എടുക്കുന്നുമില്ല. അതിനൊരു മാക്സിമം ഒരു റീച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും ഓരോ ക്യാമ്പസിലും ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി സ്റ്റെല്ല മേരീസിൽ പോയി അദ്ദേഹം നടത്തിയ പ്രകടനം അത് പ്ലാൻഡ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയെ പോലെയുള്ള കനേഡിയൻ പ്രൈം മിനിസ്റ്ററെ പോലെയുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രിമാർ നമുക്ക് ആവശ്യമുള്ളതല്ലേ? ഫ്രാൻസ് പ്രീമിയറിനെ പോലെയുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോണിനെ പോലെയുള്ള പുതിയൊരു യുവജനത നമ്മുടെ രാജ്യം ഭരിക്കേണ്ടതല്ലേ? അല്ലാതെ ഈ രാഷ്ട്രീയ തഴക്കത്തിൻ്റെയും പാരമ്പര്യവും പേര് പറഞ്ഞൊരു ജനതയെ ഇങ്ങനെ നശിപ്പിക്കേണ്ടതുണ്ടോ എന്ന വലിയ $1 മില്യൺ ക്വസ്റ്റ്യൻ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഒരു ചൗക്കീദാർ അല്ല നമുക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് പോയ എല്ലാ അഴിമതികളും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ലാത്ത GST പോലുള്ള കാര്യങ്ങൾ, അതൊക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് ചിന്തിക്കുക.
കാരണം ഇതൊക്കെ പ്രശ്നങ്ങളായത് നമ്മൾ ഉണ്ടാക്കുന്ന വികസനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള പോളിസികൾ എങ്ങനെയാണ് താഴെത്തട്ടിലുള്ള ആൾക്കാരെ ബാധിക്കുന്നതെന്ന് ചിന്തിക്കുക. നമുക്ക് വന്ന ഇടക്കാല ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിൻ്റെ അതിനകത്ത് നമ്മുടെ കർഷക തൊഴിലാളികൾക്ക് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് 5 വർഷം കഴിഞ്ഞിട്ട് ഇവർ പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ള പ്രതിഷേധവുമായിട്ട് വരുമ്പോൾ കുറച്ച് പോളിസികൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് വോട്ട് നേടാൻ വേണ്ടി ശ്രമിക്കരുതെന്നാണ് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്ഥിതിവിശേഷം വളരെ കലുഷിതമാണ്. കാരണം ശബരിമല വിഷയം വന്നു, കേന്ദ്രം മാത്രമേ പറയാവുള്ളൂ എന്ന് ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്. ശബരിമല വിഷയം വന്നു, 3 പാർട്ടികളിൽ 2 പാർട്ടികളും അവരുടെ അഭിപ്രായങ്ങൾ എടുക്കുകയും അതിനെ പിന്നെ മാറ്റുകയും ചെയ്തു, രാഷ്ട്രീയ പാർട്ടികൾ. അപ്പം ഇങ്ങനെയല്ല വേണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഈ അഭിപ്രായം എടുക്കുമ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് രാഷ്ട്രീയം അറിയാവുന്ന നമുക്ക് മനസ്സിലാവും എന്താ ഇവരെടുക്കുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇങ്ങനെ മാറുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, യഥാർത്ഥ ജനാധിപത്യം ഇവിടെ നടപ്പിലാക്കുന്നോ ഇല്ലയോ. നമ്മളെ നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ട് 500-ൻ്റെ 1000-ന് 99% നോട്ടും ബാങ്കുകളിലേക്ക് തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ നോട്ട് നിരോധനത്തിന് എത്രത്തോളം അതിൻ്റെ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം. ആ സമയത്ത് പെട്രോളിന് വില 50-ലേക്ക് എത്തുമെന്ന് പോലും പറഞ്ഞ രാഷ്ട്രീയ നേതാവ് കേരളത്തിലുണ്ട്, കെ സുരേന്ദ്രനെ പോലുള്ള ആൾക്കാരുണ്ട്. എന്നിട്ട് ഇപ്പോൾ പെട്രോളിൻ്റെ വില എന്താണ്? പെട്രോളിൻ്റെ വില നിയന്ത്രിക്കുന്നത് ആരാണ്? കമ്പനികൾ തന്നെയാണ്. ആ കാര്യത്തിലൊന്നും ഒരു തീരുമാനം എടുക്കാനും കഴിഞ്ഞ UPA ഗവൺമെൻറ്റിനോ, എന്നാൽ അതിനുശേഷം അവരാണല്ലോ ഇതിനുള്ള കരാറുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തത്, അതിനുശേഷം വന്ന BJP ഗവൺമെൻറ്റിനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയതിന് ശേഷവും ഇതുവരെയായിട്ടും UDFൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിൽ ഒരു പൂർണ്ണത ഉണ്ടായിട്ടില്ല. ഓഫറുകളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അല്ലെങ്കിൽ UDF നേതാക്കന്മാരുടെ അവസ്ഥയിൽ തന്നെ ഒരു ഓഫറുകളാണ്. ഇപ്പോൾ നമുക്കറിയാം കർണാടക, ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇതുപോലുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് MLA-മാരുടെ അവസ്ഥ അവർ ഇന്നോ നാളെയോ BJP-യിലോട്ട് പോകേണ്ടവരാണ് എന്നുള്ള രീതിയിലാണ്. കാരണം പലപ്പോഴും ഈ റിസോർട്ടുകളിലേക്ക് ഒളിപ്പിച്ച് നിർത്തേണ്ട അവസ്ഥ, BJP-യുടെ അല്ല കോൺഗ്രസിൻ്റെ MLA-മാരെ റിസോർട്ടുകളിൽ കൊണ്ടുപോയി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്. കാരണം ഇത്തരത്തിലുള്ളൊരു നേതൃത്വം ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു ഇനി അടുത്ത ഒരു ബദൽ. അതായത് നമുക്കറിയാം ഈ നരേന്ദ്രമോദി വെറും ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന നേതാവാണ്. അദ്ദേഹത്തെ ഈ രീതിയിൽ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ അറിയപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാരാണ്? ഈ പറഞ്ഞ കഴിഞ്ഞ UPA ഗവൺമെൻറ് തന്നെയാണ്. നമുക്കറിയാം 2G സ്പെക്ട്രം എന്ന് പറഞ്ഞൊരു അഴിമതി. രാഹുലിനെ അങ്ങനെ വിശ്വസിക്കാറായിട്ടുണ്ടോ? അങ്ങനെ രാഹുലിനെ വിശ്വാസത്തിൽ എടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ടോ? രാഹുലിനെ വിശ്വാസത്തിൽ എടുക്കേണ്ട സമയമായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും. രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഇന്ത്യൻ രാഷ്ട്രീയത്തിലോട്ട് വന്ന ഒരാളാണ്. അതിനു മുമ്പേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ പാഠങ്ങളും പഠിച്ചു വന്നിരുന്ന പ്രണബ് മുഖർജിയെ പോലുള്ളൊരു നേതാവിനെ ആദ്യം തന്നെ രാഷ്ട്രപതിയായ ഒരു മൂലക്കിരുത്തി. അത് തന്നെയാണ് UPA ഗവൺമെൻറ് നടത്തി അല്ലെങ്കിൽ സോണിയാഗാന്ധി നടത്തിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിൽ രാഷ്ട്രീയ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ LDF ഒരു ചുവട് മുൻപിലാണ് നിൽക്കുന്നത്. ഇലക്ഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അതിനെ പ്രഖ്യാപിക്കാൻ LDFന് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവരുടെ പോളിറ്റ് ബ്യൂറോ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കേന്ദ്ര നേതൃത്വം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 സംസ്ഥാനങ്ങളിലെ മാത്രം കാര്യം നോക്കിയാൽ മതി. അല്ലാണ്ട് 29, 28, 29 സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യങ്ങൾ വരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇവിടെ ഒരു 20 MP സ്ഥാനാർത്ഥിമാരെ പ്രഖ്യാപിക്കുന്നത് അവരെ സംബന്ധിച്ചോളം വളരെ എളുപ്പത്തിലുള്ള കാര്യമാണ്. അതൊരു വലിയ കാര്യമായിട്ടൊന്നും മാറുന്നില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാണ്. കാരണം ഇവർക്ക് ആദ്യം UDF പ്രഖ്യാപിക്കും ആരെയൊക്കെ നിർത്തണം, അത് ഈ ബാക്കി അധികം വന്നവരെ കൊടുക്കാത്തവരെ എല്ലാം പറക്കി BJPക്ക് നിർത്തണം. അതുകൊണ്ടാണ് ഈ 2 പേരുടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്നാണ്. കാരണം അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോയേക്കാം. ഇന്നലെ കൂടി ഗുജറാത്തിലെ ഒരു കോൺഗ്രസിൻ്റെ MLA അപ്പുറത്തേക്ക് പറഞ്ഞു, ടോം വടക്കൻ, കേരളം കണ്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ളൊരു നേതാവായിരുന്നു. ഈ നരേന്ദ്രമോദി എന്ന ഒരു നേതാവ് ഉണ്ടായത് എപ്പോഴാണ് എന്നുള്ള കാര്യം നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം, 2G സ്പെക്ട്രം അഴിമതി, ഈ കനിമൊഴി രാജ ഇതുപോലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ പണ്ട് UPA ഗവൺമെൻറ്റിനകത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അവരുടെ മുന്നണിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അവർ നടത്തി വന്ന 2G സ്പെക്ട്രം അഴിമതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നരേന്ദ്രമോദി എന്ന നേതാവ് ഉണർന്നതും ഇവിടെ BJP എന്ന ഗവൺമെൻറ് ഉണ്ടായതും. ആ ഒരു സ്ഥാനത്തേക്കാണ് വീണ്ടും ഇവർ കൊണ്ടുപോകുന്നത്. കാരണം ഇനി ഒരു ബദൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കോൺഗ്രസിന് സാധിക്കില്ല എന്ന ലെവലിലേക്ക് ഇന്ത്യയിലെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഉദയം കൊണ്ടത് ഗാന്ധി കുടുംബത്തിലാണെന്നോ, ഇനി അത് അവർക്ക് വേണ്ടി മാത്രം, ഇനി രാഹുലിന് ഒരു മക്കളുണ്ടെങ്കിൽ അവരുടെ ഒരു പിന്തുടർച്ചക്കാരുണ്ടെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ അധികാര ശ്രേണി തുടരാൻ പറ്റൂ എന്നൊന്നുമില്ല.
ഇതിൽ ശരിക്കും പറഞ്ഞാൽ യുവജനങ്ങളാണ് മുന്നോട്ട് വരേണ്ടത്. അവർക്കാണ് സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്. പൊതുജനം നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ തൊഴിലിടങ്ങളിലാണെങ്കിൽ പോലും വേതനത്തിൻ്റെ കാര്യത്തിൽ നിരവധി പ്രശ്നങ്ങൾ എല്ലാവരും നേരിടുന്നുണ്ട്. GST പോലുള്ള ഈ അസാംക്രമികമായിട്ടുള്ള ഒരു വൈറസ് വന്ന് ബാധിച്ചിരിക്കുകയാണ് കേരളത്തെ മൊത്തത്തിൽ. നമ്മളെപ്പോലെ ഒരു വികസനമായിട്ടുള്ള ഒരു വികസനം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന്, അല്ലെങ്കിൽ ഈ ഒരു സമകാലിക പ്രശ്നങ്ങളൊന്നും നേരിടാനുള്ള ഒരു സാമ്പത്തിക നിലപാടുകളൊന്നും നമുക്കില്ല. ഈ ഒരു അവസരത്തിൽ ഇത്തരം വിപ്ലവങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളുടെ മോദി സർക്കാർ എന്ത് നേടി? ഇനി തുടർന്നും ഇങ്ങനെ ആകാനാണെങ്കിൽ ഒരിക്കലും അനുവദിച്ചു തരത്തില്ല എന്ന് അതിശക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഇതിനെതിരെ ശബ്ദമുയർത്തിയിരിക്കും. ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി ഇനി അധികാരത്തിൽ വന്നാലും സാധാരണ ജനങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. ഈ കോൺഗ്രസ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു, 5 വർഷം മുമ്പ് NDA വന്നേക്കാൾ മുമ്പും കോൺഗ്രസ് ഉണ്ടായിരുന്നു. അന്നും ഇതൊക്കെ തന്നെയായിരുന്നു കേരളത്തിൽ ഇന്ത്യയുടെ അവസ്ഥ. ഒരുപാട് എന്താ പറയുക, സാധാരണ ജനങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വാധീനിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ മാറ്റത്തിനൊരു വോട്ട് എന്ന ആരോ എന്തോ സിജോ ആളും അവരൊക്കെ പറയണ കേട്ടായിരുന്നു. 5 വർഷം മുമ്പ് NDA സർക്കാർ വന്നപ്പോഴേക്കും ഞാൻ സ്വയം പറഞ്ഞൊരു കാര്യമാണ്, നന്നായി അവർ വന്നത്, ഇനി ഒരു മാറ്റം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു മാറ്റവും സംഭവിച്ചില്ല. മാറ്റം വന്നില്ല എന്നൊന്നും പറയരുത്. NDA സർക്കാർ വന്നിട്ട് മാറി, ഇന്ത്യ മൊത്തത്തിൽ മാറി, നോട്ട് മാറി, പിന്നെ എന്തൊക്കെ മാറി, ഒരുപാട് കാര്യങ്ങൾ മാറി. മാറ്റമില്ല എന്ന് പറയുന്നില്ല, നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഇന്നത്തെ ഇന്ത്യയെ ആക്കി വെച്ചിട്ടുണ്ട്. GST വന്നു, അത് ഒരുപാട് കക്കൂസുകൾ നിർമ്മിച്ചു, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊരിക്കലും അതിനെ തള്ളി പറയാൻ പാടില്ല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് ശേഷം പിന്നെ ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം ഉള്ളത് ഒരുപാട് രാജ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ അറിഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളുണ്ടായില്ല എന്ന് പറയരുത്. ഈ മക്കൾ രാഷ്ട്രീയവും പിന്നെ ഹിന്ദുവൽകൃത രാഷ്ട്രീയവും ഉള്ളിടത്തോളം കാലം നമ്മുടെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം നേരത്തെ പറഞ്ഞതിൽ എതിർപ്പുണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞു ഏത് ഗവൺമെന്റ് ഭരിക്കാമെന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ പോവുള്ളൂ എന്ന്. താങ്കളൊരു വോട്ടറാണോ? ആണ്. ഇത്ര ശുഭാപ്തി വിശ്വാസം ഇല്ലെങ്കിൽ വോട്ട് ചെയ്യാതിരിക്കാൻ നല്ലത്. ഞാൻ ഇത്തവണ വോട്ട് ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിൽ ഒരു പകുതി എത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞു. മൻമോഹൻ സിംഗ് ഏത് കുടുംബത്തിൽപ്പെട്ട ആളാണ്? സോണിയാഗാന്ധിയുടെ കുടുംബമായിട്ട് ഏത് തരത്തിലാണ് മൻമോഹൻ സിംഗ് എന്ന് മക്കൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞവർ കൂടെ അത് വ്യക്തമാക്കേണ്ടതാണ്. ഈ കുടുംബ രാഷ്ട്രീയങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. കുടുംബരാഷ്ട്രീയം എന്ന് പറയുമ്പോൾ മൻമോഹൻ സിംഗിന്, മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് ഏത് തരത്തിലാണ് സോണിയാഗാന്ധിയുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം? സോണിയാഗാന്ധിയുടെ ഇൻഫ്ലുവൻസർ വന്നല്ലോ. അല്ല, ഇപ്പൊ എന്ന് പറയാം. മക്കൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഏകപക്ഷീയമായിട്ട് മക്കൾ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ തുടരുന്നതെന്നൊന്നും പറയാൻ സാധിക്കില്ല. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ NDA വന്നു, അടുത്ത 5 കൊല്ലം UPA ഭരിക്കില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. അങ്ങനെ ഏകപക്ഷീയമായി അതിനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കാണ് വോട്ടിനുള്ള അവകാശം. നമ്മൾ യാതൊരു അവകാശങ്ങളും ഇല്ലാത്തവരായി മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. വോട്ട് ചെയ്യും, അതുകൂടി ഒന്ന് പറയണം. നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് നമുക്ക് നമ്മുടെ അഭിപ്രായം കാണിക്കാനായിട്ട് ഒരുപാട് പേരൊന്നുമില്ല. വളരെ കുറച്ച് പേര് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ് ഇവിടെ. അവർക്ക് മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അവർ മാത്രമേ ഇലക്ഷനിൽ ജയിക്കുള്ളൂ. അവർ മാത്രമേ ഇന്ത്യ ഭരിക്കാനും വരത്തുള്ളൂ. നമ്മളെല്ലാം തിരഞ്ഞെടുക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ നമ്മുടെ പ്രതിനിധി എന്ന് പറയുന്ന ഒരാളെയാണ് നമ്മൾ സ്ഥാനാർത്ഥിയാക്കുന്നത്. നമുക്ക് ഇവിടെ വേറെ ആൾക്കാരില്ല പുറത്തുനിന്ന്. ഈ പറയുന്ന ഇപ്പൊ NDA ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ശരി, അതാണ് നിങ്ങൾ പറഞ്ഞു തന്നെ. ഞാൻ കമ്മ്യൂണിസ്റ്റ് ഒന്നുമല്ല. നമ്മൾ എലക്ട് ചെയ്ത് ജയിപ്പിക്കുന്നവരാണ് ആകുന്നതെന്ന് പറഞ്ഞു. നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് ഇവരൊക്കെ ഉള്ളൂ, പുതിയ ആൾക്കാരും ഇല്ല. യൂത്ത് വരട്ടെ. ഞാനിവിടെ പ്രായത്തെ പറ്റിയൊന്നും പറയുന്നില്ല. അപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ കുറച്ച് പേരെ രാഹുലൊക്കെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മത്സരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെല്ലാവരും കുറച്ച് പേരെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കുറച്ച് പേരെ നിങ്ങൾ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം 5 വർഷം കഴിയുമ്പം ഇതുപോലൊരു ചർച്ച പിന്നെ ഇവിടെ വരും. നിങ്ങൾ ഏത് അടിസ്ഥാനത്തിലായിരിക്കും, എന്ത് അടിസ്ഥാനത്തിലായിരിക്കും വോട്ട് ചെയ്യണേ? ഞങ്ങൾ സ്ഥാനാർത്ഥിനെ നോക്കിയാണ് വോട്ട് ചെയ്യണേ. ഒരിക്കലുമില്ല. താങ്കളുടെ കാഴ്ചപ്പാടില്ല. എന്റെ കാഴ്ചപ്പാട് സ്ഥാനാർത്ഥിയോ പാർട്ടിയോ നോക്കി എല്ലാം വോട്ട് ചെയ്യും. എല്ലാവരും ചെയ്തിട്ടുള്ളേ UPA സർക്കാർ എന്താ ചെയ്തിട്ടുള്ളത്? UPA സർക്കാർ ചെയ്ത കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു, വോട്ട് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പ്രതിനിധിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒരാൾക്ക് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് അടിസ്ഥാനത്തിലാണ് വോട്ട് ചെയ്യേണ്ടതാണ് ചോദിച്ചത്. എന്റെ വീട് കേരളത്തിലാണ്. കേരളത്തിൽ സമ്മതിച്ചു. എന്ത് അടിസ്ഥാനത്തിലാണ് ഒരാൾക്ക് വോട്ട് ചെയ്യുന്നതാണ് ചോദിച്ചത്. ഞാൻ വേറെ ഒന്നുമല്ല ചോദിച്ചത്. എന്ത് അടിസ്ഥാനത്തിൽ ഒരാൾക്ക് വോട്ട് ചെയ്യും? രാഹുൽ ഏത് അടിസ്ഥാനത്തിലായിരിക്കും വോട്ട് ചെയ്യുന്നത്? നമുക്ക് ഇഷ്ടമുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ വോട്ട് ചെയ്യണം. അല്ലാണ്ട് ഞാൻ വോട്ട് ചെയ്യുന്ന ആളല്ല. അവരെന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് വെച്ച് മാത്രം വോട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരാൾ സ്ഥാനാർത്ഥി ആവണമെങ്കിൽ നമുക്ക് ഒരാൾക്ക് സ്ഥാനാർത്ഥി ആവാൻ പറ്റില്ലല്ലോ. 48 വയസ്സുള്ളത് കൊണ്ട് പുള്ളിക്കാരന്റെ എന്താ ഒരു ചോദ്യമുണ്ട്. നമുക്ക് സ്ഥാനാർത്ഥി ആവാൻ പറ്റാത്ത എന്താ? മേടിച്ചിട്ട് കാര്യമുണ്ടോ സുഹൃത്തെ? അതാണ് വിഷയം. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടുത്തെ ജനങ്ങളാണ്.
ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആരായാലും അവർക്ക് മിനിമം വിദ്യാഭ്യാസമെങ്കിലും നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഉണ്ടാവണം. വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇവർ ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏറ്റവും വലിയ ചെയ്യുന്ന ഒരു കാര്യം, അവരുടെ ശമ്പള വർധനവിന് വേണ്ടി സ്വന്തമായിട്ട് അവരിരുന്നിട്ടാണ് എത്ര പേർക്ക് ശമ്പളം കൂട്ടണം എന്നുള്ള അവർ തീരുമാനിക്കണം. അതിന് പോലും ഇപ്പോൾ അവർ പറഞ്ഞ പോലെ ഒരു കമ്മീഷൻ നിർബന്ധമായിട്ടും വേണം. കാരണം അവർ സുഖിച്ച് മതിച്ച് ജീവിക്കുകയാണ്. പല ക്ലിഫ് ഹൗസുകളിലും മറ്റുമൊക്കെ അവർക്ക് ഗസ്റ്റ് ഹൗസുകളിലൊക്കെ ചെറിയ പൈസയ്ക്ക് കാശിന് വലിയ ചിക്കൻ ബിരിയാണിയൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ ഇപ്പുറത്ത് ഒരു കഞ്ഞിവെള്ളം പോലും കുടിക്കാൻ ഗതിയില്ലാതെ നമുക്ക് ഡൽഹിയിലൊക്കെ പോയാൽ മനസ്സിലാവും. കാലെടുത്ത് വെക്കാൻ പോലും കഴിയാത്ത എത്രയോ ചേരികളും സ്ഥലങ്ങളും നമ്മുടെ ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ, ഫരീദാബാദ് ആവട്ടെ, നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിദയനീയമാണ് ഓരോ ഗല്ലികളുടെയൊക്കെ അവസ്ഥകൾ. ഈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നാട്ടുകാർക്കൊരു പരീക്ഷണമാണ്. ഇവനെങ്കിലും നന്നാവുമോ എന്നുള്ള നാട്ടുകാരൊരു പരീക്ഷണത്തിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം വരുന്നത്. 5 കൊല്ലം കഴിയുമ്പോൾ ഇതേ കണക്ക് ഇങ്ങനെ ചാക്രികമായിട്ട് ഈ സംഭവം മാറിക്കൊണ്ടിരിക്കും. സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായിട്ട് പോയിക്കൊണ്ടിരിക്കും. അവനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ട് കുറേയേറെ കാര്യങ്ങൾ കലുഷിതമായി കിടക്കുന്നൊരു അന്തരീക്ഷമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ തന്നെ ശബരിമല വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞെങ്കിലും അതൊരു ഫാക്ടറായിട്ട് തന്നെ പലരുടെയും മനസ്സിലുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. അപ്പം ഈ സ്ത്രീ സ്വാതന്ത്ര്യവും പിന്നെ അതേപോലെ മാധ്യമ സ്വാതന്ത്ര്യവും ഇത് രണ്ടും ഹനിക്കപ്പെടുന്നൊരു അവസ്ഥയാണ് കഴിഞ്ഞ 5 കൊല്ലങ്ങളിൽ ഈ ഒരു ഭരണം കൊണ്ട്, കേന്ദ്രത്തിലെ ഭരണം കൊണ്ട് എനിക്കുണ്ടായിട്ടുള്ളത്. ഗൗരി ലങ്കേഷ് അടക്കമുള്ള മാധ്യമപ്രവർത്തകർ മരണപ്പെടുന്നു, വളരെയധികം മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു. നമ്മുടെ ശബരിമലയിൽ തന്നെ സ്ത്രീ റിപ്പോർട്ടർമാർ ആക്രമിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെയും മാധ്യമ സ്വാതന്ത്ര്യത്തിനെയും വിലങ്ങ് വെക്കുന്ന ഒരുതരം രാഷ്ട്രീയം നമ്മുടെ കേരളത്തിലും ദേശീയ തലത്തിലും ഉണ്ടാകുന്നു. ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കോടതി പോലും പറഞ്ഞു 10നും 50നും വയസ്സിന് ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് ആർത്തവം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അവർക്കും ഭക്തിയും അതേപോലെ ആചാരങ്ങളും നടപ്പിലാക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ കേന്ദ്ര നേതൃത്വം, അതായത് RSSൻ്റെ കേന്ദ്ര നേതൃത്വം ഇത് അംഗീകരിക്കുകയും എന്നാൽ കേരളത്തിലെ RSSൻ്റെ പ്രവർത്തകർ, സംഘപരിവാർ പ്രവർത്തകർ ശബരിമലയിലേക്ക് പോകുന്ന സ്ത്രീകളെ തേങ്ങ വെച്ച് തലക്കറിയുന്നൊരവസ്ഥ വരെ നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, ഈ പറയുന്ന ഏറ്റവും കൂടുതൽ മതേതരത്വം പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ പിന്മുറക്കാരാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മതേതരത്വത്തിൻ്റെ ഒരു വലിയ വക്താവാണ് എന്നാണ് നമ്മളൊക്കെ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരായിട്ടുള്ള കോൺഗ്രസ്സുകാർ പോലും, ഈ രമേശ് ചെന്നിത്തല പോലുള്ള നേതാക്കന്മാർ പോലും ഈ സ്ത്രീ പ്രവേശനത്തെ എന്തിനാണ് എതിർത്തത് എന്നുള്ള കാര്യം കൂടി ഈ ഇലക്ഷൻ്റെ സമയത്ത് യുവാക്കൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. യുവാക്കളാണ് ആ കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കേണ്ടത്. ഇത്തരത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന സ്ത്രീകളായിട്ടുള്ള ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ, എനിക്കറിയാം ഈ മീഡിയ അക്കാഡമിക്കകത്ത് ഏറ്റവും കൂടുതൽ മെജോറിറ്റി പെൺകുട്ടികളാണ് പഠിക്കുന്നത്. ഈ പെൺകുട്ടികൾ ഇവരാണ് പറയേണ്ടത് ഇത്തരത്തിൽ ഞങ്ങൾക്ക് അവകാശം നിഷേധിക്കുന്ന കോൺഗ്രസിനെയോ അല്ലെങ്കിൽ NDA BJPയോ പോലുള്ള നേതൃത്വത്തെ എനിക്ക് ഇന്ത്യയിൽ ഭരിക്കുവാൻ വേണ്ടി അനുവദിക്കണോ എന്നുള്ള കാര്യം കൂടി നമ്മളുടെ പുതിയ തലമുറ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരിടയ്ക്ക് ഒരു സ്ലോഗൻ പോലെ അല്ലെങ്കിൽ ഒരു പരസ്യം പോലെ ഉണ്ടായിരുന്നു, LDF വരും എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ്. അപ്പോൾ ഒരു കോമഡിയിൽ കണ്ടതാണ്, ഒരു മിക്സി എടുത്തുകൊണ്ട് വന്നിട്ട് നന്നാക്കുന്ന കാര്യം പറയുമ്പോൾ LDF വരും എല്ലാം ശരിയാകും എന്ന് പറയുന്ന പോലെ നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരെങ്കിലും എല്ലാം ശരിയാക്കുമല്ലോ, അങ്ങനെ നമ്മൾ വിശ്വസിച്ചപ്പോൾ 5 വർഷം കടന്നുപോയി. അപ്പോൾ ഇനി വരുന്ന നേതാക്കളെങ്കിലും എന്താ പറയുക, തിരഞ്ഞെടുക്കാനുള്ളൊരു ബോധം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി, അല്ലെങ്കിൽ താഴേക്കടയിൽ നിന്നുള്ളവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടിയിട്ടും ഉള്ളൊരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള ബോധം യുവതലമുറയെങ്കിലും കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ സുഹൃത്ത് സ്ത്രീ സമത്വത്തെക്കുറിച്ചും ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതിനെക്കുറിച്ചുമൊക്കെ വളരെ വാചാലനായി. ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾ ഒരു എല്ലാ സ്ഥാനാർത്ഥികളെയും നിർത്തി 20 പേരെ നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി. അതിൽ എത്ര ശതമാനം സ്ത്രീകളെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഞാൻ പറയുന്നത് ശബരിമലയിലേക്ക് നിങ്ങൾ സ്ത്രീകളെ കയറ്റാൻ കാണിച്ച ആവേശം, അതേ ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുകയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഈ ആവേശങ്ങളൊന്നും കാണാതെ ആവേശങ്ങൾ മാത്രം, അതായത് സ്ത്രീ സമത്വം എന്ന് പറയുന്നത് വാക്കിലൊതുക്കുകയും അതിനെ ഒരു പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു നയം തന്നെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. ഇതിൽ ഭരണഘടന തന്നെ ഒരു ഭേദഗതി വരുത്തിയതാണ് ആ നിയമത്തിൽ. അല്ലാതെ അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇതിൽ വന്ന് ആരും കയറ്റിയൊന്നുമില്ല. അന്ന് നിങ്ങൾ കുറെ പേരങ്ങ് കയറ്റിക്കുമെന്ന് പറഞ്ഞ് അവിടെ ഒരു ജീപ്പിനകത്ത് കുറെ സ്ത്രീകളെയും കൊണ്ട് നിർത്തിയിട്ട് അങ്ങ് കയറ്റി വിട്ടതൊന്നുമല്ല. ഇയാളെന്തോ പറയുന്നേ? അല്ല, ഞാൻ ചോദിച്ച കാര്യം, സ്ത്രീ സമത്വം പറയുന്ന ഒരു പാർട്ടി, അതായത് മറ്റേത് പാർട്ടിയേക്കാളും, ഞാൻ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റിയതിൻ്റെ തെറ്റോ ശരിയോ അല്ല പറഞ്ഞത്, മറ്റേത് പാർട്ടിയേക്കാളും സ്ത്രീ സമത്വം ഇവിടെ പറയുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ഇവിടെ വനിതാ മതിൽ അടക്കമുള്ളത്, ഒരു സ്ഥലത്ത് BJP ഒരു മതിൽ നടത്തുമ്പം ഇപ്പുറത്ത് വേറൊരു മതിൽ നടത്തിയ പാർട്ടി
ഈ കാണിച്ച ആവേശം, അവിടെ സ്ത്രീകളെ പൊതുനിരത്തിലേക്ക് കൊണ്ടുവരാൻ കാണിച്ച ആവേശം എന്തുകൊണ്ട്, ആ ആവേശം എന്തുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ കാണിച്ചില്ല? എന്താ അത്രയ്ക്കധികം ദാരിദ്ര്യമാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്ത്രീ സ്ഥാനാർത്ഥികൾക്ക്? അതുകൊണ്ടാണോ? സ്ത്രീ സമത്വം പറയുന്നതാണ് പ്രശ്നം. സ്ത്രീ സമത്വം പറയാതെ ആരും നിങ്ങൾ അപ്പുറത്ത് നിന്നോ ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ള കാണിക്കാന്നാണോ? ഒരു വനിതാ ലീഗിൻ്റെ ഒരു സ്ത്രീ സമത്വം പറയുന്നതിന് കുഴപ്പമില്ല, അത് എല്ലാവരുടെ കാര്യത്തിലും ബാധകമായിരിക്കണം. ആ ചൈത്ര തെരേസയും രേണുരാജും ആ മേഡം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴും ഈ സ്ത്രീ സമത്വം നമുക്ക് ബാധകമായിരുന്നിരിക്കണം. ഇപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ പാർട്ടികളിലും ഇപ്പോൾ ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ ഒരു വനിത ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിരുന്നു. അതായത് അവരോട് ചോദിച്ചു, അവർ പറഞ്ഞതാണ് ഞങ്ങൾക്ക് ശബരിമലയിൽ കയറണ്ട, ഞങ്ങൾക്ക് പള്ളിയിൽ കയറണ്ട, അത് ഞങ്ങളുടെ ഇഷ്ടമാണ് എന്നിട്ട് ചോദിച്ചു നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം വേണോ? അപ്പോൾ വനിതാ ലീഗിൻ്റെ സമ്മേളനങ്ങളിൽ വനിതാ ലീഗിന് പകരം സമ്മേളനങ്ങളിൽ എല്ലാവരും വേദിയിലിരിക്കുന്നവരെല്ലാം പുരുഷന്മാരാണ്. അതുപോലെ ഇലക്ഷന് മത്സരിക്കുന്ന സ്ത്രീകളുടെ ഫ്ലെക്സിലെല്ലാം പേര് മാത്രം താഴെ കാണും. എന്നിട്ട് ഫോട്ടോ സ്ഥാനത്ത് ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ അപ്ഡേറ്റ് ചെയ്യാത്തൊരു സംഭവം ഉണ്ടല്ലോ, അതാണ് കാണിച്ചിരിക്കുന്നത്. ശബരിമല ഇഷ്യൂവിൽ ഇപ്പോൾ കുറേ സ്ത്രീജനങ്ങളെ ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ അവിശ്വാസികൾ എന്ന പേരിൽ തിരിച്ചയക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ഇപ്പം ഞാൻ ഒരു ആക്ടിവിസ്റ്റ് ആണെങ്കിലും എനിക്ക് എൻ്റെ വിശ്വാസത്തെ എങ്ങനെയാണ് ഒരാൾക്ക് അളക്കാൻ കഴിയുക? ഇപ്പം ശബരിമലയുടെ വിഷയം പറയുമ്പോൾ അവിടെ സ്ത്രീകളെ കയറ്റിയത് കൊണ്ടോ അല്ലെങ്കിൽ കയറ്റാതിരുന്നത് കൊണ്ടോ അവരുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് കയറണം എന്നുള്ളവർക്ക് കയറാം, അല്ലാത്തവർക്ക് വേണ്ട, അത് അവരുടെ ഇൻഡിവിജ്വൽ തീരുമാനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ ഇപ്പോൾ പ്രദക്ഷിണൊക്കെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ നിന്നുകൊണ്ട് പഠിക്കാൻ അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ്, ഇപ്പോൾ ഒരു അയ്യപ്പ ജ്യോതി തെളിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ വനിതാ മതിൽ പണിതത് കൊണ്ടോ ഒന്നും ഒരിക്കലും സ്ത്രീ സുരക്ഷ ഇവിടെ നടപ്പിലാകുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പോളം പ്രാധാന്യമുള്ളതാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഇതിൽ ഒരു വലിയ പങ്കും ഒട്ടുവിഹിതമുള്ള യുവാക്കളോട് നമ്മൾ ആവർത്തിച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത്തവണ ഉണ്ടായിരുന്നത് കാക്കനാട് പ്രസ് അക്കാദമിയിലായിരുന്നു. അവിടുത്തെ കുട്ടികളാണ് സജീവമായി സക്രിയമായി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. നാളെ മറ്റൊരു ക്യാമ്പസിൽ വീണ്ടും